എൻ്റെ പേര് ഷമിത. ഞാൻ പ്ലാത്ര ഇടവകയിൽ തന്നെയാണ്. എന്നെ കെട്ടിച്ചു വിട്ടേക്കുന്നത് തൃശ്ശൂർ മേലടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡ് മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. 2022 ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോൾ ആൾക്ക് ചെറിയൊരു സ്റ്റൊമക്കിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഗ്യാസിൻ്റെ എങ്ങാനും പ്രോബ്ലം ആയിരിക്കുമെന്ന്. അങ്ങനെ അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ അൾസർ അല്ലെങ്കിൽ അപ്പൻഡിക്സ് ആയിരിക്കും, സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ തിരിച്ചിങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് വന്ന് ഞങ്ങൾ അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 15 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് CT സ്കാനും MRIയും പിന്നെ എൻഡോസ്കോപ്പി അങ്ങനെ പല വിധമുള്ള ടെസ്റ്റുകൾ നടത്തി. ഇന്നർ ഓർഗൻസിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ 2 ആഴ്ചത്തോളം കഴിഞ്ഞു. ആൾ തിരിച്ച് മാൾട്ടയ്ക്ക് പോയി. അങ്ങനെ വീണ്ടും അവിടെ എത്തി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഈ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 3 പ്രാവശ്യം കഴിഞ്ഞ വർഷം 3 പ്രാവശ്യം വന്നും പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഞങ്ങൾ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റൽ, AJ ഹോസ്പിറ്റൽ, പിന്നെ അപ്പോളോ തന്നെ 3 പ്രാവശ്യത്തോളം തന്നെ അഡ്മിറ്റായി. ഇത് പ്രത്യേകിച്ച് ഒരു രോഗവും ഡോക്ടേഴ്സിന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം മാർച്ചിൽ ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്താണ് അസുഖം എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാതിരിക്കുന്ന സമയത്ത് കോട്ടയത്ത് എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, ഓമൻ ആൻറ്റി എന്നെ വിളിച്ചു പറഞ്ഞു, നീ സാബു ബ്രദറിൻ്റെ ധ്യാനം കൂടുമെന്ന് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്ക്, രോഗം എന്തായാലും കണ്ടുപിടിക്കുമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല, ഒരു മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്, അതിപ്പോഴും ഇല്ലയെന്നും പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ സീനിയർ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞത് ഇത് അബ്ഡോമിനൽ മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനൊരു അസുഖം, അബ്ഡോമിനൽ മൈഗ്രെയിൻ. അത് പൊതുവേ ചെറിയ കുട്ടികൾക്കാണ് വരിക. ഇത് അഡൾട്ട്സിന് വന്നാൽ തന്നെ ഏറ്റവും സിവിയർ ഹോം സ്റ്റൊമക് പെയിന്, പിന്നെ നിർത്താതെ ഛർദിയായിരിക്കും. ഏകദേശം ഒരു ദിവസം 10-30 പ്രാവശ്യമൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡ് ഛർദ്ദിക്കുക. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു അവസാനമൊക്കെ ആയപ്പോഴേ. ഏകദേശം ഒരു 25-30 കിലോളം തന്നെ ആളുടേത് കുറയും ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഏകദേശം കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ഏപ്രിൽ ബ്രദറിൻ്റെ ധ്യാനം കൂടാൻ ഞങ്ങൾ ക്രിസ്ത്യൻ ധ്യാനേന്ദ്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ബ്രദർ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ബ്രദർ എൻ്റെ ഹസ്ബൻഡിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിന് അത് ഫീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ നിമിഷം വരെ എൻ്റെ ഹസ്ബൻഡ് ഛർദ്ദിച്ചിട്ടുമില്ല, ഒരു സ്റ്റൊമക് പെയിനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപാട് ഞാൻ കഴിഞ്ഞ ഒരു വർഷം എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം ഫിനാൻഷ്യലി ലക്ഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് ചിലവായത്. ഏകദേശം ഒരു 20 lakhs ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് മാത്രം പോയിട്ടുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ഈ അസുഖം. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒന്നും കൂടി ഇന്ന് കൺഫേം ചെയ്തു വിളിച്ചിട്ട്, ഇന്ന് ഈ നിമിഷം വരെ ഒരു കുഴപ്പമില്ല. ആളവിടെ ഫുട്ബോൾ ക്ലബിലൊക്കെ ഉണ്ട്, ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്, ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ടോംസൺ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവിന് മഹത്വം തന്നെ. ഈ മകള് ജീവിത പങ്കാളിക്കിടെ സൗഖ്യം സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നത് തന്നെ അത് കർത്താവിന് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. ഈ വലിയ സൗഖ്യത്തിന് ജീവിത പങ്കാളിക്ക് കൊടുത്ത ആ വലിയ സൗഖ്യമുണ്ട്. 20 ലക്ഷം രൂപ അല്ലേ? ഏകദേശം 20 ലക്ഷം രൂപ ഭർത്താവിന് ചികിത്സയ്ക്ക് മുടക്കിയിട്ടുണ്ട്. പക്ഷേ രോഗം കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. ഒരു ധ്യാനം, ഒരു പ്രാർത്ഥന, കർത്താവ് സൗഖ്യമാക്കാണ്. കർത്താവിൻ്റെ കരം സ്പർശിച്ചു, അങ്ങനെ സൗഖ്യം പ്രാപിച്ചു. കർത്താവിന് മഹത്വം.